വനിതാ നേതാവ് പാലക്കാട് നിയോജക മണ്ഡലത്തിൽ നിന്ന് വേദിയിലുള്ള ബഹുമാനപ്പെട്ട പാലക്കാടിൻ്റെ MP, ഈ വേദിയിലെ സമുദായ സംഘടനയുടെ നേതൃസ്ഥാനം വഹിക്കുന്ന സഹോദരി സഹോദരന്മാരെ, ജനാധിപത്യ വിശ്വാസികളെ, ഏവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഞാൻ ഒരു ദീർഘമായിട്ടുള്ള ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. കേട്ട കാര്യങ്ങളിൽ വെച്ച് എനിക്ക് മനസ്സിലായത്, സ്ത്രീകളുടെ മുന്നേറ്റത്തിന് സംഘടന വളരെയേറെ ചിന്തിക്കുകയും സംഘടനയിലൂടെ ധാരാളം സ്ത്രീകളെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾ സംവരണം വരുന്നതിന് മുൻപും കേരളത്തിൽ പ്രവർത്തന രംഗത്ത് വന്നിട്ടുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും സാംസ്കാരിക മേഖലകളിലുമൊക്കെ സ്ത്രീ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഞാനും ബഹുമാനപ്പെട്ട MP-യും ഉൾപ്പെടെയുള്ള കേരള രാഷ്ട്രീയത്തിൽ നേതൃത്വം നൽകുന്ന എല്ലാ രാഷ്ട്രീയക്കാരുടെയും പിറകിൽ കഷ്ടപ്പെടുന്നത്, കഠിനാധ്വാനം ചെയ്യുന്നത് അമ്മയാണ്, അല്ലെങ്കിൽ സഹോദരിമാരാണ്, അല്ലെങ്കിൽ ഭാര്യമാരാണ്. അപ്പൊ സ്ത്രീ തന്നെയാണ് ഈ സംഗമത്തിന്റെ ഏറ്റവും വലിയ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്ത്രീക്ക് കൂടുതൽ അംഗീകാരം കിട്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, സംവരണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എനിക്ക് സംഘടനയുടെ ഒരു അഭ്യർത്ഥന എന്ന് പറയുന്നത്, കുറെ സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്തേക്ക് കടന്നു വരട്ടെ. ഏതു പാർട്ടി സ്വീകരിക്കാൻ അവകാശം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. എന്നാൽ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ട് കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ഈ സമുദായത്തിൽ നിന്ന് 4 പേർ പോകണം എന്ന് സംഘടനയ്ക്ക് എന്തുകൊണ്ട് ക്ഷണിച്ചുകൂടാ? അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? പ്രാദേശിക തലത്തിൽ സംഘടനയ്ക്ക് നിയോഗിക്കപ്പെട്ട ആളുകൾ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളാവണം. ആ സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്കിടയിൽ, ആ പ്രദേശത്ത് ഒരു ഗ്രാമത്തിൽ ഒരു സ്ത്രീ സഹോദരി ഉണ്ടെങ്കിൽ അവിടെ വന്ന് വണ്ടി ഇറങ്ങിക്കൊണ്ട് ആ നാട്ടിൽ ഒരു വീട് അന്വേഷിച്ചു വരുന്ന ഒരാൾക്ക് ഈ സമുദായത്തിനകത്തുള്ള രാഷ്ട്രീയ പ്രവർത്തകയായിട്ടുള്ള സ്ത്രീയെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും പെട്ട ഏത് പാർട്ടി എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നില്ല, നിങ്ങളായിരിക്കണം താരം. അവിടെ വരുമ്പോ പറയണം, ഇത് ലതികയുടെ സ്ഥലമാണ്, അല്ലെങ്കിൽ ഇത് മറ്റൊരാളുടെ പേര് ഞാൻ പറയുന്നില്ല, ഇത് രമണി ചേച്ചിയുടെ സ്ഥലമാണ് എന്ന് പറയുന്ന രീതിയിൽ ഓരോ സ്ഥലങ്ങളിലും സ്ത്രീകളുടെ നാമങ്ങളാൽ പൂരിതമാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത് സ്ഥാനാർത്ഥി എന്നുള്ള പരിവേഷമുള്ളത് കൊണ്ട് കൂടിയാണെങ്കിൽ പോലും ഇവിടെ മറ്റൊരു പാർട്ടിയുടെ ആ പ്രസ്ഥാനത്തിലെ തന്നെ പ്രഗത്ഭമായിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തി ഇരിക്കുന്നത് കൊണ്ട് മറ്റു രാഷ്ട്രീയ കാര്യങ്ങളെ കുറിച്ചോ എൻ്റെ മനസ്സിനകത്തുള്ള ചിന്തകളെ കുറിച്ചോ ഞാനിവിടെ പങ്കുവെക്കുന്നത് ഒരു മര്യാദയല്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഒരൊറ്റ കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളുടെ മുന്നിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു. എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം എന്ന് പറയുന്നത് താമരയാണ്. എന്തായാലും 5 കോടി രൂപയുടെ വികസനം പാലക്കാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു MLA ആവാനല്ല 30 വർഷങ്ങൾ കഠിനമായിട്ടുള്ള പൊതുപ്രവർത്തനം ചെയ്തതിനു ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. എന്റെ ആഗ്രഹം എന്ന് പറയുന്നത്, ഇവിടേക്ക് ഒരു 700 കോടിയുടെ വികസന പദ്ധതികൾ എങ്ങനെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. എന്റെ ബഹുമാനപ്പെട്ട ആരാധനായിട്ടുള്ള ഒരു ലീഡർ നാളെ കണ്ണാടി പഞ്ചായത്തിലേക്ക് വരുന്നുണ്ട്. ഈ സമുദായത്തിന്റെ സംഘടനയിലെ നേതൃത്വം പറയുന്നത് പോലെ അവർ കർഷകരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കാൻ ആവശ്യമായ രീതിയിൽ ചിന്തകൾ ഒരുക്കിഴിക്കാൻ വേണ്ടി അദ്ദേഹം കാർഷിക അഗ്രികൾച്ചർ സെക്ടറിന്റെ ക്യാബിനറ്റിന്റെ വലിയ മന്ത്രിയാണ്, ക്യാബിനറ്റ് മിനിസ്റ്ററാണ്. അദ്ദേഹം മധ്യപ്രദേശുകാരനായിരുന്നു, എന്നാൽ ഇന്ന് കാർഷിക വകുപ്പിന്റെ ക്യാബിനറ്റ് മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം പാലക്കാട്ടേക്ക് വരുന്നുണ്ട്. എന്റെ ഈ സമുദായ സംഘടനയിലെ സഹോദരി സഹോദരന്മാരെ ഞാനത് അറിയിക്കുകയാണ്. നാളെ 10:30 മണിക്കാണ് അദ്ദേഹം ഇവിടേക്ക് വരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സംഘടനയ്ക്ക് കർഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും നിവേദനം നൽകാനുണ്ടെങ്കിൽ നിങ്ങളുടെ മീഡിയേറ്ററായിട്ട് ശോഭയുണ്ടാകും. ആ പേപ്പർ എന്നെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാനത് അദ്ദേഹത്തിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, ഉദ്ഘാടകൻ ഇരിക്കുന്ന ഈ വേദിയിൽ ഉദ്ഘാടകന്റെ കൂടി ഒരു
സഹായമുള്ളതുകൊണ്ടാണ് എനിക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, എന്നാൽ പിന്നെ ശോഭ സംസാരിച്ച് പോകട്ടെ എന്ന് പറഞ്ഞത്. അതിന് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് നന്ദി അറിയിച്ചുകൊണ്ട് എന്നെ അടുത്ത സ്ഥലത്തേക്ക് പോകാൻ അനുവദിക്കണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. അടുത്ത ഒരു മീറ്റിംഗിൽ എനിക്ക് സ്ഥാനാർത്ഥി എന്നുള്ള പരിവേഷം ഉണ്ടായിരിക്കില്ല. വേറൊരു മീറ്റിംഗിൽ എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വെടുപ്പായിട്ട് കാര്യങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടതിനും കണ്ടതിനും എനിക്ക് സ്നേഹം നൽകിയതിനും നിങ്ങൾക്ക് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. വന്ദേ മാതരം.